അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ചോദ്യം എന്നായിരിക്കും കേരള PSC ഈ എക്സാം കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്തിനാണ് നമ്മൾ ഇപ്പോഴേ ഈ എക്സാം ഡേറ്റിനെ കുറിച്ച് ആലോചിക്കേണ്ടത്? ഒരു കംപ്ലീറ്റ് ആൻഡ് കോംപ്രിഹെൻസീവ് പ്രിപ്പറേഷൻ നമുക്ക് നടത്തണമെങ്കിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ഏറെക്കുറെ എത്ര സമയം നമുക്ക് കിട്ടും, റിവിഷന് വേണ്ടി എത്ര സമയം നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ഫൈനൽ റാങ്കിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പോൾ തന്നെ എങ്ങനെയാണ് ഒരു എക്സാം ഡേറ്റ് പ്രെഡിക്റ്റ് ചെയ്യുക എന്നായിരിക്കും നിങ്ങൾ പലരും ആലോചിക്കുന്നത്. നമുക്കൊരു ഫാക്ച്വൽ അനാലിസിസ് നടത്തിയാലോ? കേരള PSCയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാം ഷെഡ്യൂളിങ്ങും റാങ്ക് പബ്ലിഷിങ്ങും ഒന്ന് നോക്കുക. ഒരു റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകുമ്പോഴേക്കും പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്ന രീതിയിലാണ് കേരള PSC എക്സാംസിനെ പ്ലാൻ ചെയ്യുന്നതും എക്സാം കണ്ടക്ട് ചെയ്യുന്നതും ഇൻ്റർവ്യൂ നടത്തുന്നതും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതും. ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താ? ഒരു റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകുമ്പോഴേക്കും പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നു. PSC ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി എല്ലാ റിക്രൂട്ട്മെന്റ് പ്രോസസ്സും വളരെ ഫാസ്റ്റ് ആൻഡ് പ്രോംപ്റ്റ് ആക്കിയിരിക്കുന്നു. ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ? ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ഇഷ്ട ജോലി ചൂസ് ചെയ്യാനും അതിനുവേണ്ടി നേരത്തെ കൂട്ടി പ്രിപ്പയർ ചെയ്യാനും ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്താനും സാധിക്കും. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കുഞ്ഞ് എക്സാമ്പിൾ നോക്കിയാലോ? കേരള PSC ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകുന്നത് 2025 ഒക്ടോബറിലാണ്. എന്നാൽ ഇതേ പോസ്റ്റിലേക്കുള്ള പുതിയ നോട്ടിഫിക്കേഷൻ ഓൾറെഡി PSC 2024 ഡിസംബറിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എക്സാം എന്ന് നടക്കുമെന്നുള്ളത് ജനുവരിയിൽ പബ്ലിഷ് ചെയ്യുന്ന എക്സാം സ്ലോട്ടിലും അനൗൺസ് ചെയ്തു. ഇപ്പോൾ ഓഗസ്റ്റ് 29 ഇതേ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള എക്സാം കണ്ടക്ട് ചെയ്യുന്നു അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അതായത് റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നതിന് ഏകദേശം 9 മാസം മുമ്പ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നു. അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നതിന് മുമ്പ് തന്നെ, അതായത് ഏറെക്കുറെ 2 മാസം മുമ്പ് തന്നെ അതിനുവേണ്ടിയുള്ള എക്സാമും PSC കണ്ടക്ട് ചെയ്യുകയാണ്. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇനി വരാൻ പോകുന്ന എക്സാമിന് ഇത് കുറച്ചുകൂടി ഫാസ്റ്റ് ആകാനാണ് സാധ്യത. ഇപ്പോൾ ജൂൺ 2025 അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകുന്നത് 2026 ഓഗസ്റ്റിലാണ്. ഏറെക്കുറെ 14 മാസം മുമ്പ് തന്നെ, റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകുന്നതിന് 14 മാസം മുമ്പ് തന്നെ കേരള PSC പുതിയ നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്നാണ് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാം എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുക? ഒരു കാൽക്കുലേറ്റീവ് ഗസ് നമുക്ക് നടത്താൻ പറ്റില്ലേ? നിങ്ങൾ ആലോചിക്കുക, 2026 ഓഗസ്റ്റിൽ നിലവിലുള്ള അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകുന്നു. ഏറെക്കുറെ ആ സമയം ആകുമ്പോഴേക്കും പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണമെങ്കിൽ എന്നത്തേക്ക് PSC എക്സാം കണ്ടക്ട് ചെയ്യണം? തീർച്ചയായും 2026 ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലിൽ തന്നെ എക്സാം കണ്ടക്ട് ചെയ്യാനായിരിക്കും PSC പ്ലാൻ ചെയ്യുക. എന്നാൽ മാത്രമേ എക്സാം കണ്ടക്ട് ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് കൊണ്ടുവന്ന് അതിൻ്റെ ഇൻ്റർവ്യൂ നടത്തി ഏറെക്കുറെ ഓഗസ്റ്റ്, അതായത് നമ്മുടെ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകുമ്പോഴേക്കും പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരാൻ സാധിക്കുകയുള്ളൂ. അതായത് നമുക്ക് ഏറെക്കുറെ കിട്ടുന്ന സമയം ഒരു 8 മുതൽ 10 മാസം വരെയാണ് മാക്സിമം എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ കിട്ടുന്ന പ്രിപ്പറേഷൻ ടൈം. ഇവിടെ ഒരു ചോദ്യം അതിലും മുമ്പ് വരുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. 2025 ഈ എക്സാം നടത്താനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം 2025 നടക്കുന്ന എല്ലാ എക്സാംസിൻ്റെയും കലണ്ടർ ഓൾറെഡി തന്നെ കേരള PSC പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് മുന്നിലുള്ള 8 മുതൽ അല്ലെങ്കിൽ 10 മാസം വരെ കിട്ടാവുന്ന മാക്സിമം ടൈം ഏറ്റവും എഫക്റ്റീവായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യാം. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് ചോദ്യം, ഈ എക്സാം പ്രിപ്പയർ ചെയ്യാനായി ഇത്രയും സമയം മതിയോ എന്നുള്ളതാണ്. കേരള PSC ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എക്സാംസിൻ്റെ പാറ്റേണും ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസിൻ്റെ സ്റ്റാൻഡേർഡും ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. നേരത്തെ വീഡിയോയിലും ഞാനിത് മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. വളരെ സിസ്റ്റമാറ്റിക് ആൻഡ് കോംപ്രിഹെൻസീവ് പ്രിപ്പറേഷൻ ഒന്നുകൊണ്ട് മാത്രമേ നമുക്ക് ടോപ്പിലെത്താൻ സാധിക്കുകയുള്ളൂ. അത് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായി തന്നെ നമുക്ക് ആ ടാർഗറ്റിലേക്ക് എത്താനും സാധിക്കും. ഫൗണ്ടേഷൻ തൊട്ട് ഓരോ സബ്ജക്റ്റും പഠിച്ച് അതിൽ തന്നെ ഹൈ വെയിറ്റേജ് ടോപ്പിക്സ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ തന്നെ ക്വസ്റ്റ്യൻസിലൂടെ കോൺസെപ്റ്റും റിവിഷനും നടത്തി ഒരു കംപ്ലീറ്റ് പ്രിപ്പറേഷൻ നമ്മൾ ഉറപ്പുവരുത്തണം. ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻസിനെ ഓരോ ടൈപ്പായി കാറ്റഗറൈസ് ചെയ്ത് പഠിക്കുകയും വേണം. എക്സാമിനോട് അടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ റിവൈസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏരിയാസ് ഏതൊക്കെയാണ്? അതുപോലെ തന്നെ ഏറ്റവും ഹൈ പ്രയോറിറ്റി ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീക്ക് ഏരിയാസ് ആണ്. എങ്ങനെയാണ് നമ്മൾ വീക്ക് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്? കേരള PSC ഓറിയന്റഡ് ആയിട്ടുള്ള
ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മോക്ക് എക്സാംസ് അല്ലെങ്കിൽ ടെസ്റ്റ് സീരീസ് അറ്റംപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ വീക്ക് ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൽ നിന്ന് നമ്മുടെ റാങ്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് വീണ്ടും റിഗറസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇതെല്ലാം ഉൾപ്പെടുന്ന രീതിയിലുള്ള ഒരു പെർഫെക്റ്റ് റിവിഷൻ സ്ട്രാറ്റജിയും കൂടെ നമുക്കുണ്ടായിരിക്കണം. ഈ കഴിഞ്ഞ 3.5 വർഷം കൊണ്ട് നമ്മുടെ കുട്ടികൾ അച്ചീവ് ചെയ്ത ടോപ്പ് റാങ്ക്സും ടോപ്പ് റിസൾട്ട്സും ഈ പെർഫെക്റ്റ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയെ പ്രൂവ് ചെയ്യുന്നു. ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സാം മാത്രമല്ല, വരാനിരിക്കുന്ന ഒട്ടനവധി എക്സാംസിന് നമുക്കൊരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് തന്നെ നമുക്ക് എക്സാംസിൻ്റെ ഡിഫറെൻറ്റ് ലെവൽസ് ഫേസ് ചെയ്യാൻ പറ്റും. ഓൾറെഡി തന്നെ ഈ എക്സാംസ് മൾട്ടിപ്പിൾ ടൈംസ് ക്വാളിഫൈ ചെയ്ത റാങ്ക് ഹോൾഡേഴ്സ് ആണ് ഈ കോഴ്സിൽ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം വളരെ സീനിയർ ആയിട്ടുള്ള ഫാക്കൽറ്റീസിൻ്റെ ഗൈഡൻസോട് കൂടിയാണ് കരിക്കുലം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമാവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. സ്കോർ അക്കാഡമി.